ഹലോ ഫ്രണ്ട്സ്, എസ് എസ് കെയുടെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോളിലത്തേക്കുള്ള ഒരു ഹെവി സബ്വൂഫർ ആംപ്ലിഫയർ ആണ്. അതായത് ഒരു 500 വാട്ട്സ് 500-500ൻ്റെ 2 ബോർഡ് വെച്ചിട്ടുള്ള ഒരു 1000 വാട്ട്സ് RMS ഔട്ട്പുട്ട് വരുന്ന ടൈപ്പിലുള്ള ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എപ്പോഴും ഒരു ആംപ്ലിഫയർ എടുത്ത് സെറ്റ് ചെയ്ത് ആംപ്ലിഫയർ ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ ഇതിനകത്ത് ഈ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടിയിട്ട് ഇതിനകത്തുള്ള ഈ കമ്പോണൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള, അതായത് എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഓരോ കമ്പോണൻസ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പവർ സപ്ലൈ സെക്ഷൻ തുടങ്ങാം. പവർ സപ്ലൈ സെക്ഷനിൽ ഏറ്റവും മെയിനായിട്ട് ട്രാൻസ്ഫോമറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 230 വോൾട്ട് വരുന്ന ഒരു പ്ലഗിൻ നമ്മൾ ആംപ്ലിഫയർ പ്ലഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഈ 230 വാട്ട്സ് ഒരു ആംപ്ലിഫയറിന് ആവശ്യമില്ല. അപ്പോൾ ഈ 230 വാട്ട്സിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു തരുന്ന മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സാധനം. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ്. അതായത് ട്രാൻസ്ഫോമർ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളത് ഒരു 55 വോൾട്ടിലാണ് ഈ മഹാരാജ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് AC വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് 55 ആണ്. അതിൽ ആ ഒരു വോൾട്ടേജിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോമർ പല ആംപിയറിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞ ഒരു 20 ആംപിയർ ആ റേഞ്ചിലുള്ള ഒരു ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. കാരണം 2 ബോർഡുള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ 2 15 ഇഞ്ച് സബ്വൂഫറാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ട്രാൻസ്ഫോമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പവർ സപ്ലൈയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡയോഡാണ്. അത് ഈ സെക്ഷനിൽ ഈ കാണുന്നതാണ്. ഈ സ്ക്വയർ പോലെ കാണുന്ന സംഭവമാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഈ ഡയോഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഈ പവർ സപ്ലൈയിൽ AC വോൾട്ടേജിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 55 ആക്കിയിട്ടുണ്ട്. അത് വീണ്ടും AC ആയിട്ടാണ് വരുന്നത്. അത് ഈ 3 ടാപ്പിങ്ങിൽ വരും. അതായത് ഇവിടെ ഒരു 55 0 55. ഈ വരുന്ന 55നെ നമ്മൾ ഈ ഡയോഡ് വഴി കയറ്റി, ഈ ഡയോഡിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് AC DC ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ AC DC ആക്കി മാറ്റുന്നു. ഇപ്പോൾ ഈ ഡയോഡ് പല ടൈപ്പുണ്ട്. ആംപിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വരുന്നത്. പല ഷേപ്പിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 5010 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറുള്ള ഡയോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു നല്ല രീതിയിൽ ആംപിയർ കൺസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ഒരു കൂടിയ ടൈപ്പ് ഡയോഡ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരു 10-30 ആംപിയറിന് മേളിൽ ഇത് സെറ്റ് ചെയ്യാവുന്ന, ഇത് ബ്രിഡ്ജ് ഡയോഡാണ്. അതൊരു 10-30 ആംപിയറിന് മേളിൽ വരെ പിടിക്കാൻ ക്ഷമതയുള്ളൊരു ഡയോഡാണ്. പെട്ടെന്ന് ഹീറ്റ് ആവില്ല. അത് നമുക്ക് ഇതിൽ ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്യാനും പറ്റും. പിന്നെ വരുന്ന പവർ സപ്ലൈ സെക്ഷനിൽ വരുന്ന അടുത്ത കമ്പോണൻ്റാണ് കപ്പാസിറ്റേഴ്സ്. ഈ കാണുന്ന സാധനം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലിത് ഇതിൻ്റെ മൈക്രോ ഫാരഡിനാണ്, അതായത് നമ്മൾ അളക്കുന്ന മൈക്രോ ഫാരഡിലാണ് അളക്കുന്നതിന്. ഇത് നമ്മൾ കൂടുതലെന്ന് പറയുന്നത് ചാർജിങ് പർപ്പസാണ് സംഭവം. അത് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഈ DC ആക്കിയ ഈ പവർ സപ്ലൈ ഇതിൽ DC ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു സെക്ഷൻ വഴി ഈ ഒരു കപ്പാസിറ്ററിലോട്ട് കാലിലാണ് കയറുന്നത്. ഡയോഡിൽ നിന്ന് നേരെ വന്ന് കയറുന്നത് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കാലിലോട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ് ഒരു ടാപ്പിൽ വെള്ളം വരുന്നത് അത് വളരെ ശക്തമായിട്ടൊന്നും ആയിരിക്കത്തില്ല. വിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇതൊരു വാട്ടർ ടാങ്കാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളൊരു നേരിട്ടൊരു ടാപ്പിട്ട് ഒരു ലൈനിൽ നിന്ന് വെള്ളം എടുക്കുന്നതും ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നതും രണ്ട് ടൈപ്പ് ആ ഫോഴ്സിലുള്ള വ്യത്യാസം വരുന്നില്ല. അങ്ങനെ ഒരു മനസ്സിലാക്കിയാലും മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. സാധാരണമായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പം. അങ്ങനെ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ സപ്ലൈയിലുള്ള മെയിൻ 2 കാര്യങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ട്രാൻസ്ഫോമറും പവർ സപ്ലൈയും ഈ 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇതിൽ നിന്നെല്ലാം സപ്ലൈ പോകുന്നത് നേരെ ഡയറക്റ്റ് നമ്മുടെ ബോർഡിലോട്ടാണ്. അത് DC ആയിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് DC വോൾട്ടേജ് നല്ല ആംബിയറോട് കൂടി തന്നെ ഈ 55.55 വോൾട്ടേജ് ഫിൽട്ടർ ചെയ്ത് ഇപ്പുറത്തോട്ട് ഈ ബോർഡിലോട്ട് കയറ്റും. ഈ ബോർഡ് ഏകദേശം ഒരു 500 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മഹാരാജാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബോർഡാണ്. ഞങ്ങളിതിൽ രണ്ട് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ബോർഡ്. ഇപ്പോൾ മെയിനായിട്ടൊരു ആംപ്ലിഫയറിനകത്ത് വേണ്ട മെയിൻ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഏകദേശം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഈ ഇത്രയും സാധനങ്ങൾ എന്തായാലും അതിനകത്തുണ്ടാവും. പിന്നെ വരുന്നത് ഇതൊരു സബ്വൂഫറിൻ്റെ ഫിൽറ്ററാണ്. ഇതിപ്പോൾ UD എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫിൽറ്ററാണ്. നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ UD അല്ല, കുറച്ചുകൂടെ പവറുള്ള കുറച്ചുകൂടെ ഗെയിൻ കൂടിയൊരു ബോർഡായിരിക്കും വയ്ക്കുന്നത്. തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയറിനകത്ത് എന്തൊക്കെ വരും, അത് എന്തൊക്കെ ഫങ്ഷനാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇല്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ ഇടുമ്പോഴെല്ലാം വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഫിൽറ്റർ എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിൽ സ്റ്റീരിയോ ഇൻപുട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മോണോ ഇൻപുട്ടായിരിക്കും കൊടുക്കുന്നത്. അതിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടായിരിക്കും അതിനകത്ത് കയറുന്നത്. അതായത് പാട്ടും എല്ലാം ഉണ്ടാവും, പാടുന്ന ആളുടെ സൗണ്ടും എല്ലാം ഉണ്ടാവും. പക്ഷേ അതിന് നമ്മൾ അത് മാറ്റി ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നതിന് ലോ ഫ്രീക്വൻസി മാത്രം എടുത്ത് ഔട്ട്പുട്ട് തരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണ് ഈ ഒരു ഫിൽറ്റർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് യൂസ് ചെയ്യുന്നത്. മാക്സിമം സിമ്പിളായിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് ആംപ്ലിഫയറിനകത്ത് ഇന്ന സാധനങ്ങളുണ്ട്, അത് ഇന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്ഫോമർ വയ്ക്കുന്നത് എന്തിനാണ്? ട്രാൻസ്ഫോമർ നമ്മൾ വയ്ക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പവർ സപ്ലൈ. ഇത്രയും ഒരു പവർ സപ്ലൈ സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത വരുമ്പോഴത്തേക്കും മെയിൻ ബോർഡ് സെക്ഷൻ, പിന്നെ ഫിൽറ്റർ സെക്ഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോഴത്തേക്കും പവർ സപ്ലൈ കഴിഞ്ഞ് നേരെ പവർ പോകുന്നത് ആംപ്ലിഫയർ ബോർഡിലോട്ട്, സിഗ്നലിൽ നേരെ വന്ന് കയറുന്നത് നമ്മുടെ ഈ ഫിൽറ്റർ ബോർഡിൻ്റെ ഇൻപുട്ടിലോട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഔട്ട്പുട്ടിലൊരു കൺട്രോൾ വഴി കയറ്റി നമ്മളിതിലോട്ട് മദർ ബോർഡിലോട്ട് അല്ലെങ്കിൽ മെയിൻ ബോർഡിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കും. അപ്പോൾ നമ്മളെ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഒരു സബ്വൂഫർ സ്റ്റേജിനാണ്, ഇതിപ്പോൾ സബ്വൂഫർ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഒരു സബ്വൂഫർ സ്റ്റേജിനകത്ത് എന്തൊക്കെ കമ്പോണൻസാണ് ഉള്ളതെന്നും അത് ആ കമ്പോണൻസിനെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ.